ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ക്രിസ്മസ് പുഡിംഗ് ആയിട്ടാണ്. ഒരു പഞ്ഞി പോലത്തെ ഒരു കുട്ടി പുഡിംഗ് ആണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ചേരുവകൾ മാത്രം മതി കേട്ടോ. ഇത് ആവിയിലാണ് നമ്മൾ വേവിക്കുന്നത്. ഇത് സെറ്റ് ആവാനായിട്ട് ജലാറ്റിനോ ചൈന ഗ്രാസോ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ വായിൽ അലിഞ്ഞു പോകുന്ന ഈ പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു 1/4 കപ്പോളം ഉള്ള പഞ്ചസാര എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ഈ പാത്രം ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരണം, നന്നായി ഉരുകി അതൊരു നല്ലൊരു നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇളക്കി കൊടുക്കണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഇളക്കുന്നില്ല. ഞാൻ അങ്ങനെ തന്നെ അത് ലോ ഫ്ലെയിമിലൊന്ന് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആ നേരം ഞാൻ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത് ആ പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഒരു സെറാമിക്കിൻ്റെ ഒരു ഗ്ലാസ് ബൗളാണ് സെറാമിക് അല്ല തോന്നുന്നു, ഇത് ഗ്ലാസിൻ്റെയാണ്. ഗ്ലാസ് ബൗളിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അതിന് ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേക്ക് ടിന്നിലാണെങ്കിൽ കേക്ക് ടിന്നിലും ഉണ്ടാക്കാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളത് ഇതുപോലത്തെ സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ ഉണ്ടാക്കാം. ചില്ല് പാത്രം, സ്റ്റീൽ പാത്രം അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഞാനിന്നിപ്പോൾ ഇച്ചിരി ഈ ഒരു ബൗളിലാണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഏത് പാത്രത്തിലാണോ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം നമുക്ക് ആദ്യം ഒരു കുറച്ച് നെയ്യോ എണ്ണയോ ബട്ടറോ എന്തെങ്കിലും നമുക്കൊന്ന് തടവി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇച്ചിരി ഓയിലാണ് തടവി കൊടുക്കുന്നത്. വളരെ ലൈറ്റായിട്ടൊന്ന് തടവി കൊടുക്കുക, കാരണം നമുക്ക് ആ പുഡിംഗ് ഒന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിവിടെ മാറ്റി വയ്ക്കാം. നമ്മുടെ പഞ്ചസാര ഉരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തോട്ടാണ് നമ്മൾ ഉരുക്കിയ പഞ്ചസാര ഒഴിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ പഞ്ചസാര എന്തായി നോക്കാം. പഞ്ചസാരയ്ക്ക് ഒരു അനക്കവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് അല്പസമയം ഒന്നും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതായിപ്പോൾ ഇവിടെ കാണാം, പഞ്ചസാരയുടെ കണ്ട ആ സൈഡിലൊക്കെ ഇങ്ങനെ പതുക്കെ ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ആ ഒരു കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ പഞ്ചസാര എന്തുമാത്രം നമ്മൾ ഇളക്കി കൊടുക്കണ്ടെന്ന് പറഞ്ഞെന്നാലും അതങ്ങ് ഉരുകി വരുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കലി എനിക്ക് എല്ലാവർക്കും അറിയില്ല, എനിക്കിങ്ങനെ അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ തോന്നും. അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എന്നാൽ ഇളക്കി കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതിങ്ങനെ തന്നെ മെൽറ്റ് ആയിക്കോളും. പക്ഷെ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് അടുത്ത് നിൽക്കുന്നത് കൊണ്ടും നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ. ഇതാ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു കളർ വന്നു കഴിഞ്ഞ് പഞ്ചസാര എല്ലാം ഉരുകി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെക്കരുത്. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉടനെ തന്നെ ഏത് പാത്രത്തിലാണ് നമ്മൾ എണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുള്ളത് ആ പാത്രത്തിലോട്ട് ഉടനെ തന്നെ ഒഴിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കട്ടിയായി പോവും. നമ്മൾ ആ പാത്രത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ അത് കട്ടിയായി പോവും. പിന്നെ അതുമല്ല, നമ്മൾ ഒത്തിരി നേരം ഇളക്കിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാലും ഈ ഒരു എന്താ പറയുക, ഈ കാരമൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒരു കയ്പും ഒക്കെ ഒരു കളറൊക്കെ ആകെ മാറി തുടങ്ങും. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേജിന് മുന്നേ തന്നെ നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആ ഫ്ലെയിം ഉടനെ തന്നെ ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതിനകത്തോട്ട് മാറ്റിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇച്ചിരി ഒരു കാരമൽ കുറച്ചും കൂടെ ബാക്കി വന്നതുകൊണ്ട് ഞാൻ വേറൊരു സ്റ്റീൽ പാത്രത്തിലും കൂടെ അത് മാറ്റി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അന്നേരം ഒരുപോലെ എല്ലായിടത്തും ഒന്ന് ആയി കിട്ടും. ഇതാ അപ്പോൾ കാരമൽ ഈ 2 പാത്രത്തിൽ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. അത് ഒത്തിരി നേരം വേണ്ട, ഒരു 2-3 മിനിറ്റിനകത്ത് നമ്മൾ ഒഴിച്ച കാരമൽ നല്ലതുപോലെ ഉറയ്ക്കും, നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ അതുവരെ അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എന്തായി ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സ്ചർ തയ്യാറാക്കണം. നമ്മളിതിനകത്ത് മുട്ട മാത്രമാണ് യൂസ് ചെയ്യുന്നത്. മുട്ട എന്ന് പറയുമ്പോൾ ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ 4 മുട്ടയുടെയും വെള്ള മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. മഞ്ഞ എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ഈ പുഡിങ്ങിൽ യൂസ് ചെയ്യുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ 4 മുട്ടയുടെ മഞ്ഞയും വെള്ളയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്യാൻ ഞാനൊരു സൂത്രം കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവാം, എന്നറിയാത്തവർക്ക് അത് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ ഇതാ ഈ 4 മുട്ടയും ഞാൻ മഞ്ഞോട് കൂടെ തന്നെ ഈ ഒരു ബൗളിനകത്തോട്ടൊന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 മുട്ടയും ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിൽ നിന്ന് മഞ്ഞ മാറ്റി വയ്ക്കണം. മഞ്ഞ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ മഞ്ഞ ഞാൻ മാറ്റാൻ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു തവിയാണ്. നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും മിക്കവരുടെ വീട്ടിലും ഉണ്ടാവും.
ഇതുപോലത്തെ ഈ എന്താ പറയുക ഓട്ടയുള്ള വറുത്ത് കോരുന്നത്. അപ്പോൾ ഇതിനകത്താണ് ഞാൻ മുട്ട സെപ്പറേറ്റ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ ചെറുതായിട്ടൊന്ന് കോരി എടുക്കുക, പപ്പടമൊക്കെ വറുത്ത് കോരുന്നത് പോലെ അങ്ങ് കോരി എടുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മഞ്ഞ മാറ്റി കിട്ടും. ഇതുപോലെ തന്നെ ചെയ്യണം എന്നില്ല, നിങ്ങൾക്ക് മുട്ട നേരിട്ടൻ ഇതിനകത്തോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തുന്ന ആ ഒരു വെള്ളമെല്ലാം ആ ഓട്ടക്കോടെ ഇങ്ങനെ ഊർന്നു പോയിട്ട് നമുക്ക് മഞ്ഞ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കേക്ക് ഐറ്റംസിനൊക്കെ നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ആക്കണം എന്നുണ്ട്. ഇതാ അപ്പോൾ മുട്ടയുടെ ഈ 4 മുട്ടയുടെ മഞ്ഞ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേറെ കാര്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം, നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വിസ്കറാണ്, ഇതുപോലത്തെ ഒരു വിസ്കറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ അതോടൊപ്പം ഒരു കാര്യം കൂടെ വേണ്ടിയത് ഒരു 75 ml, അതായത് ഒരു 1/3 കപ്പോളം ഉള്ള 1/4 കപ്പിന് തൊട്ട് താഴെയുള്ള കപ്പോളം ഉള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. ഞാൻ ഒത്തിരി മധുരം എടുക്കുന്നില്ല, അത്രേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്കിത് നമ്മുടെ വിസ്കർ വെച്ചിട്ട് ഇതാ നമുക്ക് ഇങ്ങനെ നമ്മൾ സാധാരണ ഇങ്ങനെ വട്ടത്തിലാണ് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുക. അങ്ങനെ കൊടുക്കാതെ ഇതേപോലെ ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്നുള്ള രീതിയിൽ ഒന്ന് അടിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് പതഞ്ഞ് കിട്ടും. നമുക്ക് ആ ഇലക്ട്രിക് ബീറ്ററിൽ നമ്മൾ അടിച്ച് പതഞ്ഞ് വരുന്നത് പോലെ തന്നെ നമുക്ക് പതഞ്ഞ് കിട്ടും. അപ്പോൾ അതാ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടാവുള്ളൂ. ഇപ്പം തന്നെ കണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മളെല്ലാം കൂടെ ഒരുമിച്ചങ്ങ് ഇടല്ല ചെയ്യുന്നത്. നമുക്ക് കുറേശ്ശെ ചേർത്താലാണ് നമ്മുടെ ഈ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. ഇനി ഞാൻ ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. അപ്പം മുട്ട ഇത്രയും നമുക്ക് പതഞ്ഞ് എടുത്ത് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒന്നും കൂടെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. നന്നായിട്ട് തന്നെ നല്ല സ്റ്റിഫായിട്ട് നമുക്കിങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ നമുക്കിതൊന്ന് പതപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുവാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റോളം സമയമെടുത്ത് നിർത്താതെ ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ഷമയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞ പോലെ ആ പഞ്ഞിക്കെട്ട് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് യാതൊരു നിർബന്ധമില്ല, തികച്ചും ഓപ്ഷണലാണ്. ഇപ്പം മുട്ടയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് ഈ ഒരു വാനില എസൻസ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് ഉണ്ടാക്കാം. പിന്നെ ചില ആൾക്കാർക്ക് മുട്ടയുടെ മണം ഇഷ്ടപ്പെടില്ല, അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വാനില എസൻസ് യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇത് ഓപ്ഷണലാണെന്ന് പറയാൻ കാരണം ഇനിയിപ്പോൾ ഇത് 2 ചേരുവകയല്ലല്ലോ 3 ചേരുവക ഉണ്ടല്ലോ എന്നൊക്കെ ഒന്നും പറയരുതാരും. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ തന്നെ ഈ ഒരു കാരമലൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുന്ന പാത്രമാണിത്. അപ്പോൾ കാരമലൊക്കെ നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. ഞാനത് കാണിക്കാൻ വിട്ടുപോയി. ഞാൻ 1 സ്പൂൺ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ആ കാര്യം ഓർത്തത്. അപ്പോൾ ഞാൻ കാണിക്കാം. അത് നന്നായിട്ട് തന്നെ കണ്ടോ കട്ടിയായിട്ടുണ്ട്. നമ്മുടെ കൈയൊന്നും പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നും സംഭവിക്കുന്നില്ല. ശരിക്കും നല്ലൊരു കട്ടിയുള്ളൊരു മിഠായി ഉള്ള ആ ഒരു കല്ലുമിഠായിയൊക്കെ പോലത്തെ ഒരു സംഭവത്തിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്, ഉറച്ചിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള നമുക്കിത് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നല്ല സ്പോഞ്ച് പോലെയാണ് നമുക്ക് കിട്ടുക, വരുന്നുണ്ടാവുക കണ്ടോ. ഈ ഒരു നല്ല ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെയാണ്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് ഒഴിച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. പിന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധം കൂടെ ഞാൻ പറയാം. നമ്മളെപ്പോഴും നല്ലത് മാത്രം പറഞ്ഞാൽ പോരല്ലോ, നമുക്ക് പറ്റിയ കുറച്ച് അബദ്ധവും പറയണ്ടേ. അപ്പം ഞാനിവിടെ ഇത് നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ആ വീഡിയോ എടുക്കുന്ന ഒരു ഇതിലും അങ്ങ് ഭയങ്കര ഒരു കാര്യത്തിൽ അങ്ങ് ചെയ്തു പോയി. പക്ഷേ ഞാനിത് ആവിയിൽ വേവിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇത് പുറത്തേക്ക് പോയപ്പോഴാണ് മനസ്സിലായത് ഇത്രയും വെക്കണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രം നിങ്ങൾ നിറച്ചാൽ മതിയാവും. കാരണം ഇത് മുട്ടയുടെ വെള്ളയാണ്. നമ്മളിത് ആവിയിൽ വേവിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ വീർത്ത് പുറത്തേക്ക് ചാടും. അപ്പോൾ അങ്ങനെ എനിക്ക് ഇച്ചിരി അങ്ങ് പുറത്തേക്ക് പോയായിരുന്നു അതിനകത്ത്. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഞാനിതിങ്ങനെ ഇതിപ്പോൾ ഐസ്ക്രീം നിറച്ച് വെച്ച പോലെ നിറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ വെക്കേണ്ട കാര്യമില്ലായിരുന്നു. ഒരു 1/4 ഭാഗം നിറച്ചാൽ മതിയാവും. എന്താണെങ്കിലും നിങ്ങൾ 1/4 ഭാഗം നിറയ്ക്കുകയാണെന്നുണ്ടെങ്കിലും അത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നമുക്ക് ഒരുപോലെ തന്നെ അതിൻ്റെ മേലൊക്കെ നല്ല എന്താ പറയുക അതിൻ്റെ ഒരു ഷേപ്പല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് ആവി ഒന്ന് കയറ്റണം. അപ്പോൾ അതിന് മുന്നേ ഇതുപോലത്തെ ഒരു മൂടിക ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അല്ലാന്നുണ്ടെങ്കിൽ അതിലത്തെ ആ ഒരു ആവി കയറുന്ന വെള്ളം മുഴുവൻ ചിലപ്പോൾ ഇതിനകത്തേക്ക് വീഴും.
അപ്പോൾ ഞാനിത് ആവി കയറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വെക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രം, ഈ പാത്രം എല്ലാവർക്കും കണ്ടുപരിചയം ഉള്ളൊരു പാത്രമായിരിക്കും. എൻ്റെ ബേക്കിങ്ങും പുഡിങ്ങും എല്ലാം നടക്കുന്നത് ഈ ഒരു പാത്രത്തിലാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക, അല്ലെങ്കിൽ ഇഡ്ഡലി തട്ട് എടുക്കുക, അതിനകത്ത് ഇതുപോലെ വെള്ളം ഒഴിക്കുക. പിന്നെ ഇതുപോലെ കുഞ്ഞൊരു തട്ട് ഇതുപോലത്തെ നിങ്ങൾക്കൊരു വയർ റാക്ക് ഉണ്ടെങ്കിൽ വയർ റാക്ക് വെക്കാം. ഇനി അതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു പാത്രത്തിൻ്റെ സ്റ്റീൽ പാത്രത്തിൻ്റെ മൂടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു മുട്ടയുടെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഈ മൂടികയും വെച്ചിട്ടുണ്ട്. ഈ മൂടികയ്ക്ക് പകരം നിങ്ങൾക്ക് ഫോയിൽ പേപ്പർ യൂസ് ചെയ്യാം. പക്ഷേ ഫോയിൽ പേപ്പർ നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പ് വരുത്തണം അതിലൊരു 5-6 ഓട്ടകൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തിയിടണം. എന്നാലാണ് ആവി വരുന്ന വെള്ളം അതിനകത്ത് തങ്ങി നിൽക്കാതെ പുറത്തോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോ നിങ്ങൾ. എന്നിട്ട് 15 മിനിറ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ കറക്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം ഞാൻ കാണിക്കാം എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്നുള്ളത്. കണ്ടോ, ഇതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിറഞ്ഞ് പോയത് കണ്ടോ, വീണില്ല എന്ന് മാത്രം. പക്ഷെ ഇതിങ്ങനെ ആ ഒരു പാത്രത്തിൽ കൂടെ പോകാൻ അത്രയും ഗ്യാപ്പ് കിട്ടാത്തത് കൊണ്ടാണ് അതങ്ങനെ ഒത്തിരി അങ്ങ് താഴോട്ട് വീഴാഞ്ഞത്. അപ്പോൾ ഇത് ഒത്തിരി ചൂടുണ്ട് ഇതിൻ്റെ അടപ്പ്. അപ്പം ഞാനിതൊന്ന് കാണിക്കാം. ഞാൻ അടപ്പൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഇതിങ്ങനെ ആ ചെറുതായിട്ട് സൈഡിലൊക്കെ പോയിട്ടുണ്ട്. എന്താണെങ്കിലും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. നമുക്കിത് ആവുന്നുണ്ടോ, ഇത് കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ വെന്തോന്ന് അറിയാനായിട്ട് നമുക്കൊരു കത്തിയോ അല്ലെങ്കിൽ നല്ല ഒരു പപ്പടക്കോലോ അല്ലെങ്കിൽ ഒരു സ്ക്യൂവറോ വെച്ചിട്ട് ഇതിൻ്റെ നടുക്കൊന്ന് നമുക്കൊന്ന് കുത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കത്തി വെച്ചിട്ടൊന്ന് കുത്തിയെടുക്കുന്നുണ്ട്. അതൊന്ന് പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്കും നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ പുഡിങ്ങൊക്കെ അകമൊക്കെ നന്നായി വെന്തു എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് എടുത്ത് മാറ്റാണ്. നമ്മുടെ പുഡിങ് ഇവിടെ ചൂടാറാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല പഞ്ഞ് പോലത്തെ പുഡിങ്ങാണ്. ശരിക്കും ഇങ്ങനെ മേഘക്കെട്ട് പോലെയാണ് ഇരിക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചൂടൊന്ന് ആറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് നമ്മുടെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് വിടിവിച്ച് കൊടുക്കാം. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ പുഡിങ് നമുക്ക് പല രീതിയിലും കഴിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചില ആൾക്കാർക്ക് ചൂടോടുകൂടെ കഴിക്കാനായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് തണുപ്പിച്ച് കഴിക്കാനായിരിക്കും ഇഷ്ടം. ഞങ്ങളിപ്പോൾ ഇവിടെ ചൂടോടുകൂടെ കഴിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടം. തണുപ്പിച്ച് എല്ലാവർക്കും ഈ തൊണ്ടവേദനയ്ക്ക് ഉള്ളതുകൊണ്ട് തണുപ്പിച്ച് കഴിക്കലൊക്കെ ഇവിടെ വളരെ കുറവാണ്. അപ്പം ഞാൻ ഇത് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഞാനതൊന്ന് കമത്തിയിട്ട് ഒന്ന് എടുത്തിട്ട് വരാം. നമ്മുടെ പുഡിങ് ഇവിടെ റെഡിയാണ്. നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ നല്ല സോഫ്റ്റ് പുഡിങ് ആണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇതിന് വേണ്ടി ജലാറ്റിനോ ചൈന ഗ്രാസോ അങ്ങനത്തെ ഒരു സംഭവം വേണ്ട. ഈ പറയുന്ന പഞ്ചസാര, ഈ പറയുന്ന മുട്ടയുടെ വെള്ള, ഇത് രണ്ടാണ് നമുക്ക് വേണ്ടിയത്. വേറെ ഒന്നും നമുക്ക് വേണ്ട. ആർക്കും ഉണ്ടാക്കാം. ഇനിയിപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ലാത്തവർക്ക് പോലും ഇത് സുഖമായിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു കൊച്ചു പുഡിങ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. നമ്മുടെ സോഫ്റ്റ് പുഡിംഗ് ആണ്. നമ്മൾ നേരത്തെ കാരമലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ കാരമലാണ് നന്നായിട്ട് ഒന്ന് മെൽറ്റൊക്കെ ആയി ഇങ്ങനെ ഒരു ജ്യൂസ് പോലെയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ആ കാരമലിൻ്റെ കൂടെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ, ഒരു പാത്രത്തിൽ സെർവ് ചെയ്യുമ്പോൾ ഈ ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണവും പിന്നെ അല്പം കാരമലും കൂടെ മേലൊന്ന് ഒഴിച്ചു കൊടുത്തെന്നാൽ കഴിക്കാൻ നല്ല രുചിയായിരിക്കും. അപ്പോൾ നമുക്കിനി വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവർക്ക് ഞെട്ടിച്ച് നമുക്ക് ഇതുപോലത്തെ ഒരു പുഡിങ് നമുക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.